ജമ്മു കശ്മീരിലെ ഏറ്റുമുട്ടൽ ഒരു ഭീകരനെ വധിച്ചതായി സൈന്യം. കുപ്വാര ജില്ലയിലാണ് ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. 24 മണിക്കൂറിനിടെ 2 ഏറ്റുമുട്ടലുകൾ ഉണ്ടായി എന്ന സൈന്യം മേഖലയിൽ നിലവിലെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. സിബിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിബി, എന്താണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അവിടെ ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലാണ് ഈ ഒരു ഏറ്റുമുട്ടൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഒരു ഭീകരനെ വധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സൈനികന് ഗുരുതരമായി പരിക്കുമേറ്റിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ആ കുപ്വാരയിലെ കൃഷ്ണഘട്ട് മേഖലയിലാണ് ഈ ഒരു ഭീകരനെ വധിച്ചു എന്ന് സൈന്യം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജമ്മു കാശ്മീർ ഇപ്പോഴും അശാന്തിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അവിടെ 370 എല്ലാം തന്നെ റദ്ദാക്കിയപ്പോൾ അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നെല്ലാം തന്നെയും നരേന്ദ്രമോദി സർക്കാർ അവകാശപ്പെടുമ്പോഴും ജമ്മു കാശ്മീരിൻ്റെ അതിർത്തികൾ ഇപ്പോഴും ഭീകരരുടെ വലിയ താവളമായി മാറുകയും വലിയ രീതിയിൽ ഏറ്റുമുട്ടലുണ്ടാകുകയും നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെയും മുന്നോട്ട് വെച്ചതും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴും നുണകൾ പ്രചരിപ്പിക്കുകയാണ്. അവിടെ പാവപ്പെട്ട ഈ സൈനികർ, അതായത് BJPയുടെ രാഷ്ട്രീയ നയങ്ങളുടെ ഭാഗമായിട്ട് അവിടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നെല്ലാം തന്നെയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ജമ്മു കാശ്മീരിൻ്റെ അതിർത്തികളിൽ ഇപ്പോഴും വലിയ രീതിയിൽ തീവ്രവാദി ആക്രമണവും ഭീകരാക്രമണം എല്ലാം തന്നെയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ കുപ്വാര ജില്ലയിലെ ഈ കൃഷ്ണഘട്ട് മേഖലയിൽ ഇപ്പോഴും സൈന്യവും അതോടൊപ്പം തന്നെ ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഒരു ഭീകരനെ വധിച്ചു, ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആവണി. ശരി, ജമ്മു കാശ്മീരിലെ ഏറ്റുമുട്ടലിൽ ഇന്ന് ഒരു ഭീകരനെ വധിച്ചതായി സൈന്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുപ്വാര ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കുപ്വാര ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സിബി നൽകിയത്.